നമ്മുടെ നാട്ടിലെ സംഘപരിവാറുകാരെ വല്ല കാര്യവും പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ശ്രമകരമായ ജോലിയാണ്. ഇപ്പോൾ വനിതാ സംവരണം, ഡീലിമിറ്റേഷൻ ഇത് രണ്ടും രണ്ടാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒന്നാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ഡീലിമിറ്റേഷൻ അഥവാ മണ്ഡല പുനർനിർണയം, ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണയിക്കപ്പെടുന്നു. സാധാരണഗതിയിൽ ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണയിക്കപ്പെടാറുണ്ട് ജനസംഖ്യാ അനുപാതത്തിൽ. ഓരോ സെൻസസ് 10 വർഷം കൂടുമ്പോൾ ഓരോ സെൻസസ് പ്രകാരം ഇത് പുനർനിർണയിക്കപ്പെടാറുണ്ട്. 1952 ആദ്യമായിട്ട് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ സമയത്ത് ലോക്സഭാ മണ്ഡലങ്ങളുടെ മൊത്തം എണ്ണം 489 ആണ്. 1952 489 ആയിരുന്നെങ്കിൽ പിന്നീട് 57-ലും 67-ലും 77-ലുമായിട്ട് ഇതേപോലെ സെൻസസിന്റെ പ്രകാരം സീറ്റുകൾ വർദ്ധിപ്പിച്ച് ഏകദേശം 52 സീറ്റുകൾ 3 ടേമിലായിട്ട് വർദ്ധിപ്പിച്ച് ഇന്ന് കാണുന്ന 453 സീറ്റിലേക്ക് ഉയർന്നു. എന്ന് വെച്ചാൽ ഇനി ഒരു സെൻസസ് എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ, സെൻസസിന്റെ പ്രകാരം സീറ്റ് വർദ്ധിപ്പിക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ BJP ഇപ്പോൾ വനിതാ സംവരണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഈ ഡീലിമിറ്റേഷൻ അഥവാ മണ്ഡല പുനർനിർണയം നടത്തിയിട്ട് 307 സീറ്റ് വർദ്ധിപ്പിക്കാൻ പോകുന്നു. അതിനെന്താ കുഴപ്പം എന്നല്ലേ സാധാരണഗതിയിൽ ചിന്തിക്കുക. അതിൽ ആ വർദ്ധിപ്പിക്കുന്ന അനുപാതത്തിൽ ഈ ഒരു വലിയ ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് ബോധ്യപ്പെടുത്താനാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. BJPക്കാർക്ക് അത് എത്രത്തോളം ബോധ്യപ്പെടും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. മണ്ഡല പുനർനിർണയം നടത്തുമ്പോൾ ഉത്തർപ്രദേശ്, നമുക്കറിയാം സംഘപരിവാറിന് നല്ല സ്വാധീനമുള്ള മേഖലയാണ് ഉത്തർപ്രദേശ്. ഒട്ടുമിക്ക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും അതിൽ നല്ല സ്വാധീനമുള്ള മേഖലയാണ് ഉത്തർപ്രദേശ്. അവിടെ നിലവിൽ മൊത്തമുള്ള സീറ്റുകളുടെ എണ്ണം, ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 80 ആണ്. അത് മണ്ഡല പുനർനിർണയത്തിന് ശേഷം അത് കൂടാൻ പോകുന്നത് 140 ആയിട്ടാണ്. ഒറ്റയടിക്ക് 60 സീറ്റ് കൂടും. നമ്മളിത് ശതമാനത്തിലേക്ക് 80-ൽ നിന്ന് 140 ആവുമ്പോൾ ശതമാനത്തിലേക്ക് മാറ്റി നോക്കിയാൽ 75% വർധനവാണ്. UP-യിൽ നിലവിലുള്ള സീറ്റ് 75% വർദ്ധിപ്പിച്ച് 140 സീറ്റായി മാറുമ്പോൾ കേരളത്തിൽ നിലവിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളാണ്. ആ 20 ലോക്സഭാ മണ്ഡലങ്ങൾ എന്നുള്ളത് 23 വെറും 3 സീറ്റാണ് കൂടാൻ പോകുന്നത്. ഇത് നമ്മൾ ശതമാനത്തിലേക്ക് 20 എന്നുള്ളത് 23 ആകുമ്പോൾ കേരളത്തിന് ലഭിക്കുന്ന ശതമാനം വെറും 15ആണ്. UP-ക്ക് 75, കേരളത്തിന് 15. എന്ന് വെച്ചാൽ ലളിതമായി പറഞ്ഞാൽ കേരളത്തെക്കാൾ 60% വർധനവാണ് UP-യിലുള്ളത്. ഇത് UP-യുടെ കാര്യം മാത്രമല്ല, BJPക്ക് സ്വാധീനമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേ കണക്കാണ് സീറ്റുകൾ വർദ്ധിച്ചിരിക്കുന്നത്. ബീഹാറിൽ 40 സീറ്റുള്ളത് 73 സീറ്റായി ഉയരുന്നു. രാജസ്ഥാനിൽ 25 സീറ്റുള്ളത് 48 സീറ്റായി ഉയരുന്നു. മധ്യപ്രദേശിൽ 29 സീറ്റുള്ളത് 51 സീറ്റായി ഉയരുന്നു. മഹാരാഷ്ട്രയിൽ 48 സീറ്റുള്ളത് 79 സീറ്റായി ഉയരുന്നു. എന്ന് വെച്ചാൽ സംഘപരിവാറിന് കൃത്യമായ സ്വാധീനമുള്ള, അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം ഇതേ കണക്കിന് വലിയ തോതിലുള്ള ശതമാന വർധനവ് സീറ്റുകളുടെ എണ്ണത്തിൽ കൂട്ടുകയും കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ പോലുള്ള BJPക്ക് താരതമ്യേന സ്വാധീനം കുറഞ്ഞ അല്ലെങ്കിൽ തീരെയില്ലാത്ത മേഖലകളിൽ ഈ ശതമാനം വളരെയധികം കുറയ്ക്കുകയും ചെയ്യാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തിരിച്ചടി നേരിട്ടു. അവരുടെ സഖ്യകക്ഷികളുടെ പിൻബലത്തിലാണ് അവർ വരുന്നത്. ലോക്സഭയിൽ അവർക്ക് കൃത്യമായ ഭൂരിപക്ഷം വേണം. ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കാൻ പറ്റുന്ന ഭൂരിപക്ഷം വേണം. എങ്ങനെയാണ് ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുക? 3/2 ഭൂരിപക്ഷം വേണം. 3/2 ഭൂരിപക്ഷത്തിലേക്ക് BJPക്ക് എത്താൻ BJP കണ്ട കുറുക്ക് വഴിയാണ് വനിതാ സംവരണത്തിന്റെ മറ പിടിച്ചുകൊണ്ട് നടത്തുന്ന ഡീലിമിറ്റേഷൻ. ഇത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ലളിതമായ കണക്ക് പറഞ്ഞത്. ഇത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ അപകടമായിരിക്കും. അവർ മണ്ഡല പുനർനിർണയം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ജയിച്ച് കയറാൻ പറ്റുന്ന രീതിയിൽ വോട്ടർമാരുടെ അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ ഹിതം മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ മണ്ഡലം പുനർനിർണയിക്കും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന മേഖലയിലൊക്കെ, ഉത്തരേന്ത്യൻ മേഖലയിലൊക്കെ ഏറ്റവും കൂടുതൽ BJP ജയിച്ചു വരാൻ പാകത്തിൽ മണ്ഡലം പുനർനിർണയം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്സഭയിൽ മറ്റാരുടെയും പിന്തുണയില്ലാതെ 3/2 ഭൂരിപക്ഷത്തോടു കൂടി അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയുകയും അതിൽ 33% വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ പുരുഷന്മാർ എന്ത് പറയുന്നു അത് കേട്ട് അനുസരിക്കുന്ന, സ്വാതന്ത്ര്യമില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്ന, സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ലോക്സഭയിൽ കാര്യങ്ങൾ നീങ്ങും എന്നുള്ള അപകടമാണ്. ഈ അപകടം ഇതുവരെ എത്രത്തോളം ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഈ കാര്യം ചർച്ച ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഈ കാര്യം എത്ര ഗൗരവത്തിലാണ് ചർച്ച ചെയ്തത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വളരെ ക്ലിയർ ആയിട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ചാർട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്.
ഇതിൻ്റെ പിന്നിലുള്ള അപകടം തിരിച്ചറിയുകയും അതിനെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യണം. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള അപകടകരമായ ബില്ലൊക്കെ വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ, മതേതരം തുളുമ്പുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ എടുത്ത നിലപാട് അറിയാം. പല ബില്ലുകൾ വരുന്ന സമയത്തും കല്യാണത്തിന് പോവുകയും ഫ്ലൈറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ലാഘവത്തോടു കൂടി കൈ കഴുകി പോകുന്ന ആളുകളെ, എം.പിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചുരുങ്ങിയ പക്ഷം അതത് രാഷ്ട്രീയ പാർട്ടിക്കാർ മറ്റെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് ഈ ബില്ലിനെ എതിർക്കുന്ന കാര്യത്തിലെങ്കിലും ഒന്നിച്ച് നിൽക്കണം എന്നുള്ളതാണ് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇല്ല എങ്കിൽ വലിയ തോതിലുള്ള അപകടമാണ് നമ്മുടെ നാട്ടിന് വരാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൻ്റെ ഫെഡറൽ സംവിധാനമുണ്ടല്ലോ, അതാകെ തകരും. ഫെഡറൽ സംവിധാനം തകരുന്നതോടുകൂടി 2/3 ഭൂരിപക്ഷം അവർക്ക് നേടുന്നതോടുകൂടി നാട്ടിൽ നമ്മൾ ഇന്നേ വരെ കരുതിയിരുന്ന മതേതരം ആകെ ഇല്ലാതാവുകയും ഇന്ത്യ RSSൻ്റെ അജണ്ടയ്ക്ക് വിധേയമായി ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നത് നോക്കി നിൽക്കേണ്ട ഗതികെട്ട ജന്മങ്ങളായി മതേതര ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ മാറുന്ന ദയനീയ കാഴ്ച വരാതിരിക്കാൻ കരുതലാവുക, കൃത്യമായി ഇടപെടൽ നടത്തുക, പ്രതിഷേധിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.